ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോന്നേ അത്തപ്പൂക്കളൊക്കെ ഇടുന്ന ദിവസമാണല്ലേ. എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. ഞാനപ്പോൾ ഹോസ്റ്റലിൽ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിലായിരുന്നെങ്കിൽ മിന്നൊക്കെ ഉണ്ടായിരുന്നേനെ ഇടാനായിട്ട്. അപ്പോൾ ഞാനിന്നിവിടെ ഹോസ്പിറ്റലിൻ്റെ ചുറ്റു പരിസരത്തുണ്ടായിരുന്ന കൊച്ചു കൊച്ചു ചെടികൾ കുറച്ച് നമുക്ക് ഇങ്ങനെ വഴിയുടെ സൈഡിലൊക്കെ നിൽക്കുന്ന ചെടികൾ ഞാനിങ്ങനെ കൊച്ചു പൂക്കൾ ഞാൻ പറിച്ചോണ്ട് ഇതിൻ്റെ ഒന്നിൻ്റെയും പേര് എനിക്കറിയില്ല കേട്ടോ. ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുറേ പട്ടുപാവാടി എടുത്ത കുട്ടികളൊക്കെ വരണ കണ്ടപ്പോൾ എനിക്കും കൊതി തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെറിയ അത്തപ്പൂക്കളിടാം. അപ്പോൾ ഈ ഇലയുടെയും പൂക്കളുടെയും പേരറിയുന്നവർ കമൻ്റ് ഇട്ടോളൂ കേട്ടോ. ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇടാം എന്ന് വിചാരിച്ചു. എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ആണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇന്ന് റൂമിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ട് അവിടെ ഇച്ചിരി വെള്ളം ഒഴിച്ചോട്ടോ, അല്ലെങ്കിൽ ഫാൻ ഇടുമ്പോൾ പറന്നു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ പൂക്കളൊക്കെ നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പൂക്കളൊക്കെ ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോന്നൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് പൂക്കളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറിക്കണ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചേട്ടൻ പറഞ്ഞേ 10 പൂക്കൾ വെച്ചിട്ട് വേണം ഇടാനായിട്ടെന്ന് പറഞ്ഞേ. പക്ഷേ എനിക്ക് അതിൻ്റെ ഐതിഹ്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതിനെന്തെങ്കിലും ഐതിഹ്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോളൂ കേട്ടോ. ഞാൻ 10 പൂക്കളൊന്നും എനിക്ക് കിട്ടിയില്ല. എനിക്ക് കുറച്ച് പൂക്കൾ അതിൻ്റെ തന്നെ പല വർണ്ണത്തിലുള്ളത് കിട്ടി കേട്ടോ. അതിലെനിക്കിത് കണ്ടപ്പോൾ തോന്നി, ഇന്നലെ ആഗസ്റ്റ് 15 ആയിരുന്നില്ലേ, അപ്പോൾ ഈ പൂക്കൾ ഇട്ടാൽ മതിയായിരുന്നു, ഈ പൂക്കൾ ഇങ്ങനെ വെച്ചിട്ട് റീൽസ് ഇടായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിൻ്റെ എല്ലാ കളറുകളും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാനിത് എങ്ങനെ ഇടും എന്നൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ അങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ഞാനൊക്കെ കുഞ്ഞിലായിരുന്നപ്പോൾ ഈ ഓണം എന്ന് പറയുമ്പോൾ ഭയങ്കര ആഘോഷമുള്ളൊരു പരിപാടിയായിരുന്നു. പള്ളിയിൽ പരിപാടി, വീടുകളിൽ പരിപാടി, ഇങ്ങനെ ഓരോരോ പരിപാടികൾ, ക്ലബ്ബുകളിലെ പരിപാടി, എല്ലായിടത്തും ഇങ്ങനെ എന്താ പറയുക, ഓണക്കളി, തിരുവാതിര, പിന്നെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ പോവും. അതിൻ്റെയൊക്കെ ഓർമ്മകൾ എനിക്ക് വന്നു കേട്ടോ. പിന്നെ നമ്മുടെ തവളച്ചാട്ടം, സ്പൂൺ റൈസിങ്, ഇതൊക്കെ ആ സമയത്ത് കളിക്കുന്നതാണ്. പിന്നെ ആണെങ്കിൽ ഊഞ്ഞാൽ കെട്ടുക, ഊഞ്ഞാലാടുക, അതൊക്കെ പക്ഷേ പിന്നെ പിന്നെ അങ്ങനെ ഇല്ലാണ്ടായി പോയി. എൻ്റെ അത്തപ്പൂക്കൾ ഇഷ്ടമായവർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തോളൂ. എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ബെല്ലൈക്കൺ അമർത്തണേ, എന്നാലേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് എന്തോ എൻ്റെ ഈ കൊച്ചു പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗി, എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ. ഞാനങ്ങനെ അതിലൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നിങ്ങളുടെയും അത്തപ്പൂക്കളം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.